പറയാൻ ഇക്കാനെ വിളിക്കാൻ എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾ വന്ന് പറഞ്ഞോടെ എന്റെ കൈകാലൊക്കെ തളർന്നു. എന്നേ അതെ ബാങ്കില് മാനേജർ വന്നിരിക്കണോ? അയാള് പറയണോ 11 ലക്ഷം അടയ്ക്കണം, നിങ്ങൾ എടുത്തിട്ട് എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ എടുത്തിട്ട് ഇത്ര കൊല്ലായാലും തിരിഞ്ഞു നോക്കണ്ട, 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ജപ്തി വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണേ. എനിക്കൊന്നും മനസ്സിലാവില്ല. ഇങ്ങോട്ട് വന്നേ പേടിയാവണം അയാളുടെ ഭാഗത്ത് വന്നേ. സാറാണോ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഇല്ലില്ല, കുഴപ്പമില്ല. ഞാനേ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. നമ്മള് കൊറേ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാഫ്, ബാങ്കിലത്തെ സ്റ്റാഫും കുറെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോറിക്ഷ പിടിച്ചിട്ട്. നിങ്ങൾ മൊത്തം ആധാരം വെച്ചിട്ട് എടുത്തത് 8 ലക്ഷം ആയിരിക്കാം. പക്ഷെ അതിപ്പോ പലിശ, കൂട്ടുപലിശ, മൊത്തത്തിലുള്ള പലിശ ആയിട്ട് 11 ലക്ഷം രൂപയുണ്ട്. 3 ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ്. ഇതിപ്പോ നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് 10,000, ഞാൻ താത്താമത്ത് പറഞ്ഞോളൂ, ഇടയ്ക്ക് വന്നിട്ട് 10,000, 15,000 അടയ്ക്കണതൊക്കെ ഈ പലിശയ്ക്ക് പോണ്. ഒന്നുപോലും മുതലേക്ക് എത്തുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് അറിയോ, ഇന്ന് തൊട്ടിട്ടുള്ള 7ാമത്തെ ദിവസം നമ്മള് ബാങ്കിലത്തെ കുറച്ച് ആൾക്കാരായിട്ട് വന്നിട്ട് വീട് ജപ്തി ചെയ്യും. അയ്യോ, അങ്ങനെ പറയുന്നത് സാറേ. അല്ലാണ്ട് ഞങ്ങൾക്ക് എന്താ ഓപ്ഷൻ? 11 ലക്ഷം ഞങ്ങൾക്ക് പണി കുറവായതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് അടയ്ക്കാൻ. ഞാൻ ഈ കാര്യം പറയട്ടെ, നിങ്ങളുടെ കരച്ചിലും നിങ്ങളുടെ സിമ്പതിയും ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബാങ്കാണ് തീരുമാനിക്കുന്നത്. ഇതിനാണ് നിങ്ങൾക്ക് മുന്നേ തന്നെ നോട്ടീസും ആൾക്കാരും സ്റ്റാഫിനും ഒക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തന്നത്. ഞാൻ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മുമ്പേ നിങ്ങൾ ഇതൊക്കെ റെഡിയാക്കണമായിരുന്നു. ഇന്ന് തൊട്ടുള്ള 7ാമത്തെ ദിവസം വീട് വന്ന് ജപ്തി ചെയ്യും. വരുന്ന അന്ന് ബാങ്കിലത്തെ സെക്രട്ടറി, മാനേജർ, 4 മാസം നീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് അടയ്ക്കാൻ പറ്റുമോ നോക്കാം. അതെ, ഞാൻ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്, നിങ്ങൾക്ക് ഈ 11 ലക്ഷം രൂപ എങ്ങനെ വന്നെന്നറിയോ? നമ്മൾ ഇവിടെ ലെറ്റർ അയക്കുന്ന അതിന്റെ പൈസ, പിന്നെ നിങ്ങളോട് പറയാൻ നമ്മുടെ സ്റ്റാഫുകൾ ഓട്ടോറിക്ഷ പിടിച്ച് എല്ലാം കാറ് പിടിച്ച്